إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل وأن المساجد لله فلا تدعوا مع الله أحدا. കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കിയതാണ്, പള്ളികൾ അള്ളാഹുവിൻ്റെ ഗേഹങ്ങളാണ്. അവിടെ നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ മറ്റൊരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, റബ്ബിനെയല്ലാതെ ആരാധിക്കരുത് എന്നുള്ളത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ ഭവനമായ ബുയൂത്തുകളെ, മസാജിദുകളെ ജീവിപ്പിക്കുന്നത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മസ്ജിദുകളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പങ്കെടുക്കുന്നതിനും ദിക്റുകൾക്കും അതുപോലെ തന്നെ ദുആകൾക്കും വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനുമൊക്കെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ സമയം ചിലവഴിക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട്, മഹത്വമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഫർള് നമസ്കാരങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദുകൾ നിർവഹിക്കാൻ, നമസ്കാരം നിർവഹിക്കാൻ പള്ളികളിൽ നിന്ന് ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുവിൻ എന്ന വിളി കേൾക്കുമ്പോൾ ഫഅജിബ്, ഉത്തരം നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി റജുലുൻ അഅ്മാ ലാ ഉബ്സിർ. കണ്ണ് കാണാത്ത അന്ധനായ ഒരു മനുഷ്യനാണ് ഞാനെന്ന് അങ്ങേക്കറിയുമല്ലോ റസൂലേ. വലൈസ ലീ മൻ യഖൂദുനി ഇലൽ മസ്ജിദ്. എനിക്ക് പള്ളിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ആരുമില്ല. അന്നാകട്ടെ മദീനയിൽ അവർ ഭയപ്പെടുന്നു,
മൃഗങ്ങളുടെ ശല്യമോ മറ്റോ ഒക്കെ ഭയപ്പെടുന്ന സമയം കൂടിയാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്നെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആരുമില്ല റസൂലേ, ഫറഖിസ്ലി, അതുകൊണ്ട് എനിക്കൊരു ഇളവ് നൽകണം വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ വേണ്ടി എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം പിന്തിരിഞ്ഞു നടക്കുമ്പോൾ ഫനാദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ലഹു ഹൽ തസ്മഉ നിദാ ഹൽ തസ്മഉ നിദാ ഇദൻ ഖാല നഅം ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ ഫഅജിബ് റജുലുൻ അഅമാ ലാ യുബ്സിർ വലൈസ ലഹു അഹദുൻ യഖൂദുഹു ഇലൽ മസ്ജിദ്. കണ്ണ് കാണാത്ത മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ, പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ആരുമില്ല, ഇളവ് നൽകണം റസൂലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ആ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ വിളിച്ചുകൊണ്ട് ചോദിച്ചത്, പള്ളിയിൽ നിന്നൊരു വിളി നീ കേൾക്കുന്നുണ്ടോ എന്ന. ഹൽ തസ്മഉ നിദാ, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് നമസ്കാരത്തിലേക്ക് വരുവിൻ, വിജയത്തിലേക്ക് വരുവിൻ എന്നുള്ള ആ വിളി നീ കേൾക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇദൻ ഫഅജിബ്, എങ്കിൽ ആ വിളിക്കുത്തരം നൽകി എന്നാണ്. നമ്മുടെ വീടുകളിൽ ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇരിക്കുന്ന വേളകളിൽ നിന്ന്, ആ വേളകളിൽ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഉത്തരം നൽകാതെ അവിടെ ഇരിക്കണമെങ്കിൽ ഈമാനിന് ചില്ലറ കുറവൊന്നും പോരാ. ഒരല്പമെങ്കിലും ഈമാനിന്റെ കണികയുള്ള ആളാണെങ്കിൽ അതിന് ഇജാബത്ത് നൽകും. പള്ളികളിലേക്ക് അവൻ വുദു ഉണ്ടാക്കി അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നടക്കും. കാരണം വിശുദ്ധ ഖുർആനിൽ ഒരു താക്കീത് നൽകുന്ന വചനമുണ്ട്. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ കണങ്കാലുകൾ വെളിവാക്കപ്പെടുകയും മനുഷ്യരെ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ സുജൂദിൽ വീഴുക എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഫലാ യസ്തതിഊൻ, ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി വഹും സാലിമൂൻ. അവരുടെ കണ്ണുകൾ ഭയം കൊണ്ട് തുറിച്ചു നോക്കുന്ന അവസ്ഥയിലാണ്. അവരെ ആകമാനം ഒരു നിന്ദ്യത പിടികൂടിയിട്ടുണ്ട്. കാരണം എന്തെന്നറിയുമോ? വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദ്, അവരെ സുജൂദുകൾക്ക് വേണ്ടി ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു, അവർക്ക് വിളിയെത്താറുണ്ടായിരുന്നു. പള്ളികളിലേക്ക് വരുവിൻ, ഹയ്യ അലസ്സലാ, നമസ്കാരത്തിലേക്ക് വരുവിൻ എന്നവരെ വിളിക്കപ്പെടുന്ന ഘട്ടത്തിൽ അവരത് നിർവഹിക്കാറുണ്ടായിരുന്നില്ല. വഹും സാലിമൂൻ, ഒരു കുഴപ്പവുമില്ലാത്തവരായി, നിർഭയരായി, ആരോഗ്യത്തിനൊരു പ്രശ്നവുമില്ലാത്തവരായി കഴിയുന്ന വേളയിൽ പള്ളികളിൽ നിന്ന് വിളിക്കപ്പെടുമ്പോ ആ വിളിക്കുത്തരം നൽകാൻ സാധിക്കാത്ത ആളുകളായിരുന്നവർ. ഇനി പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്കോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബശ്ശിരിൽ മശ്ശാഈന ഫി الظുലമി ഇലൽ മസാജിദി ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ. ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പള്ളിയിലേക്ക് നടക്കുന്ന ഇരുട്ടിൽ, അല്ലേ, ഇന്ന് ഇരുട്ടുമില്ല, എല്ലാം നല്ല വെളിച്ചുള്ള വഴികളിലൂടെ ഒരു പേടിയില്ലാതെ ഭയവുമില്ലാതെ നിർഭയരായി പള്ളിയിലേക്ക് വരാൻ സാധിക്കുമായിരുന്നിട്ടും വരാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, വിചാരണ നേരിടുന്നതിന് മുൻപ് സ്വയം വിചാരണ ചെയ്യണമെന്ന്. അങ്ങനെ ഇരുട്ടിൽ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ പള്ളികളിലേക്ക് നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിൽ പൂർണ്ണമായ വെളിച്ചം നൽകുമെന്ന് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്കുള്ള നടത്തം പ്രതിഫലമുള്ളതാണ്. ബനൂ സുലൈം ഗോത്രം അവരുടെ വീട് പള്ളിയുടെ അടുത്തേക്ക് മാറ്റുവാൻ വേണ്ടി നിർണയിച്ച ഘട്ടത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബുയൂതക്കും, നിങ്ങൾ നിങ്ങളുടെ ആ സ്ഥാനത്ത് തന്നെ വീട് അവിടെ തന്നെയാക്കുക. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനങ്ങളിലേക്ക് നടക്കുന്ന ബികുല്ലി ഖുത്വത്തിൻ തുർഫഉ ബിഹാ ദറജ, നിങ്ങളുടെ ഒരു പദവി വർദ്ധിക്കും. വതുഹത്തു അൻഹാ ഖതീഅ, നിങ്ങളുടെ ഒരു പാപം പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ
ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും നമ്മൾ മടി കാണിക്കാൻ പാടില്ല. മാത്രമല്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ ഓരത്ത് താമസിക്കുന്നവൻ പള്ളിയിലല്ലാതെ നിസ്കരിക്കരുത്. ഫർള് നമസ്കാരങ്ങൾ പള്ളിയുടെ ഓരത്ത് താമസിക്കുന്നവന് പള്ളിയിലല്ലാതെ ഇല്ല എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ജമാഅത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ സ്വലാത്തുൽ ജമാഅ തഫ്ദുലു അൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ, 27 ഇരട്ടി പ്രതിഫലം അവനുണ്ടെന്നാണ്. അതിന് പുറമെ ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ അവന് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കറിയാം ജുമാ നമസ്കാരത്തിന് എങ്ങനെ നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടി. സാധാരണ പള്ളിയിൽ സ്ഥലം ഉണ്ടാകാറില്ല, ജോലിയാകാം, മറ്റു കാരണങ്ങളാകാം. എങ്കിലും ഒന്ന് മനസ്സു വച്ചാൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച്, അല്ലെ, ഫീ ബുയൂത്തിൻ അദിന അല്ലാഹു അൻ തുർഫഅ വയദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽഗുദുവി വൽ ആസാലി റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും തങ്ങളുടെ കച്ചവടങ്ങളോ സമ്പാദ്യങ്ങളോ പിറകോട്ട് വലിക്കാത്ത ഒരു വിഭാഗം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആളുകൾ. അതുകൊണ്ട് പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ജോലിയൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ ഫജ്ർ നമസ്കാരത്തിന് പള്ളികളിലേക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മളുടെ ഈമാനിനെ നമ്മൾ ഒന്നുകൂടി പരിശോധിക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾ പള്ളികളിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ചും ഫജ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവും ഇശാ നമസ്കാരവും ഒക്കെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യധികം ശ്രേഷ്ഠമായ നമസ്കാരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായ വേളകളിൽ പോലും ചുമലിൽ കൈവച്ചും മറ്റുള്ളവരുടെ സഹായത്താൽ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് വന്നിരുന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ الصلاة വത്തബഉ الشهوات ഫസൗഫ യൽഖൗന ഗയ്യ. എന്നാൽ പിൻകാലത്ത് വന്ന ആളുകൾ അവരുടെ നമസ്കാരം പാഴാക്കി, അവരുടെ ഇഷ്ടങ്ങൾക്ക്, ദേഹേച്ഛകൾക്ക് പിന്നാലെ അവർ പോയി. പള്ളികളിൽ നിന്നുള്ള വിളികൾ അവരുടെ മനസ്സിൽ ചിന്തയുണ്ടാക്കിയില്ല. പള്ളികളിലേക്ക് നടക്കാൻ അവർക്ക് പ്രേരണയായില്ല. മരിച്ചു ചെല്ലുമ്പോൾ അവ്വലു മാ യുസ്അലു അൻഹുൽ അബ്ദു മിൻ അമലിഹി യൗമൽ ഖിയാമത്തി സ്സലാഹ്. അന്ത്യദിനത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ തന്റെ അമലുകളിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ഫഇൻ സലുഹത് സലുഹത് സായിറു അമലി. ആ നമസ്കാരം ശരിയായാൽ അവന്റെ മറ്റു കർമ്മങ്ങളും ശരിയാകും. അവിടെ തന്നെ പരാജയപ്പെട്ടാൽ പിന്നെ ബാക്കിയുള്ളതിലും പരാജയമായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في كل مكان. اللهم احفظ إخواننا المستضعفين في فلسطين. اللهم كن لهم ناصرا ومعينا، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم اجمع كلمتهم ووحد صفوفهم واشف مرضاهم وداو جرحاهم وعاف مبتلاهم وأطعم جائعهم واكس عاريهم وتقبل شهداءهم
برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. وأقم الصلاة.